ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ LPUP സയൻസ് സീരീസ് 2027 നമുക്ക് മൂന്നാമത്തെ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാതക നിയമം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതുവരെ ബേസിക് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത് ആ ക്ലാസ് വ്യക്തമായി കാണുന്നത്. നമ്മൾ കുറച്ചായിട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപാട് പഠിക്കാതെ കുറച്ച് പഠിച്ച് നമുക്ക് പോകാം, സെറ്റാക്കാം, അടിപൊളിയായിട്ട് സെറ്റാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എപ്പോഴും പറയുന്ന കൂടെ തന്നെ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തും മറക്കരുതും. ഓക്കെ അല്ലേ? ഓരോ ക്ലാസ്സും കണ്ടിട്ട് നെക്സ്റ്റ് ക്ലാസ് കാണാൻ നോക്കുക. അതുകൂട്ട് തന്നെ നമ്മൾ എന്താണ്, കെമിസ്ട്രി മാത്രമല്ല ഫിസിക്സും ഈ പറഞ്ഞ ബയോളജിയൊക്കെ വരും ക്ലാസ്സുകൾ നമ്മൾ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും LPUP സയൻസ് സീരീസ് 2027 ഹൃദ്യമായ സ്വാഗതം നേരുന്നു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ്, വാതക നിയമത്തെക്കുറിച്ചാണ്. വാതക നിയമം നമുക്കറിയാം. എന്താണ് വാതക നിയമം? പറ. മർദ്ദം താപനില. പറഞ്ഞേ. മർദ്ദം, താപനില, വ്യാപ്തം, തന്മാത്രകളുടെ എണ്ണം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് വാതക നിയമങ്ങൾ. വാതക നിയമങ്ങൾ പറഞ്ഞു. മർദ്ദം, താപനില, വ്യാപ്തം, തന്മാത്രകളുടെ എണ്ണം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ പറയുന്ന പേരാണ് വാതക നിയമം എന്ന് പറയും. എന്തൊക്കെ? മർദ്ദം, താപനില, വ്യാപ്തം, തന്മാത്രകളുടെ എണ്ണം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് വാതക നിയമങ്ങൾ. ഓക്കെ അല്ലേ? ഈ വാതക നിയമം 4 നമുക്ക് പഠിക്കണം. അതിൽ ഒന്നാമത്തെയാണ് ബോയിൽ നിയമം, 2 ചാൾസ് നിയമം, 3 ഗേ-ലൂസാക്ക് നിയമം, 4 അവഗാഡ്രോ നിയമം. 1 ബോയിൽ നിയമം, 2 ചാൾസ് നിയമം, 3 ഗേ-ലൂസാക്ക് നിയമം, 4 അവഗാഡ്രോ നിയമം. പിന്നെ ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, അതൊക്കെ എങ്ങോട്ട് പഠിക്കണം? ഞാൻ ഇന്ന് നമുക്ക് പഠിക്കുന്ന ഈ ബോയിൽ നിയമം മാത്രമാണ്. ഓരോന്നും കുറച്ച് പഠിച്ചു പോവുക. അതുകൊണ്ട് ഞാൻ ഒരുപാട് ലെങ്ത് വീഡിയോ പോകാത്തത്. ഓക്കെ അല്ലേ? നമുക്ക് ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ലൈവ് വരുന്നതായിരിക്കും. ആ ലൈവിൽ ചർച്ച ചെയ്യുന്ന കൂടെ നിങ്ങൾ വാതക നിയമം ഒരിക്കലും, അത് LPUP ആയിക്കോട്ടെ, ഇപ്പോൾ 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, മക്കളെ ഇതിനെ ചോദിക്കത്തുള്ളൂ. മാക്സിമം നിങ്ങളിത് പഠിക്കുക. ഇത് LPUP മാത്രമല്ല, എല്ലാ എക്സാമിനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ഞാൻ SCERT NCERT ഫോളോ ചെയ്ത് തന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം വാതക നിയമം 4 പഠിക്കണം. ഏതൊക്കെയാ? ബോയിൽ നിയമം, ചാൾസ് നിയമം, ഗേ-ലൂസാക്ക് നിയമം, അവഗാഡ്രോ നിയമം. അപ്പം എന്താ ബോയിൽ നിയമം? നമ്മൾ പറയുന്നതാണ് പാവം ബോയിൽ. പാവം പിടിച്ചവനാ അവൻ. പാവം ബോയിൽ. പാവം പി മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം. മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അത് ബോയിൽ നിയമമാണ്. പാവം ബോയിൽ പാവം പിടിച്ചവൻ, പാവം ബോയിൽ നിയമം. ചാൾസ് നിയമം, ചാൾസിന്റെ ടി വി ടെമ്പറേച്ചറും വോളിയവും ആണെങ്കിൽ അത് ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം ടെമ്പറേച്ചറും വോളിയവും ആണെങ്കിൽ അതെന്താണ്? ചാൾസ് നിയമമാണ്. ഗേ-ലൂസാക്ക് നിയമം PT ഉഷയ്ക്ക് ലൂസായി വട്ടായേ അല്ലേ? ലൂസായി PT ഉഷയ്ക്ക് ലൂസായി. ലൂസ് കൊണ്ട് ഈ കവി ഉദ്ദേശിക്കുന്നത് ഗേ-ലൂസാക്ക് നിയമമാണ്. ആർക്കാ ലൂസായത്? PT ഉഷയ്ക്ക് ലൂസായി. P മർദ്ദം, T താപനില. അവഗാഡ്രോസ് ലോ, അവഗാഡ്രോ വീണു. വ്യാപ്തം, നെൻ നമ്പർ ഓഫ് മോൾസ്. വ്യാപ്തം നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അതെന്താണ്? അത് അവഗാഡ്രോ നിയമമാണ്. അപ്പോൾ 1 ബോയിൽ നിയമം, പാവം ബോയിൽ പഠിച്ചോണം. പ്രഷർ, വ്യാപ്തം, പ്രഷറും വോളിയവും ബോയിൽ നിയമം. ചാൾസിന്റെ TV ടെമ്പറേച്ചർ വോളിയം, ചാൾസ് നിയമം. ഗേ-ലൂസാക്ക് നിയമം, PT ഉഷ മർദ്ദം, P മർദ്ദം, T താപനില. PT ഉഷയ്ക്ക് ലൂസായി. അവഗാഡ്രോ വീണു, വ്യാപ്തവും തന്മാത്രയുടെ എണ്ണം. ക്ലിയർ? അങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ നിയമം നമുക്ക് നോക്കാം. അതാണ് ബോയിൽ നിയമം. ഇതിൻ്റെ അകത്ത് പ്രോബ്ലം, എക്സാമ്പിള്, അതുകൂടെ ഗ്രാഫ്, ഈ 3 കാര്യം ഞാൻ ഈ ക്ലാസ്സിൽ പറയും.
മക്കളെ ഓരോ വീഡിയോ കാണുക, അപ്പം തന്നെ ഇത് പഠിച്ചു പോകാൻ നോട്ട് എഴുതി തന്നെ പഠിക്കണം. ഞാനിതിൻ്റെ കാരണം നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് നോട്ട് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ അല്ലേ? ഇത് വ്യക്തമായിട്ട് നമ്മൾ അങ്ങോട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ലോ, അതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ +1 കിടപ്പുണ്ട്. അതെല്ലാം നമ്മൾ എന്താണ് ചർച്ച ചെയ്തേ പോകത്തുള്ളൂ. കാരണം ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് മാക്സിമം എങ്ങനെ ക്വസ്റ്റ്യൻ വരാം ആ രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു തരും. ഓക്കെ അല്ലേ? ക്ലിയർ? ബോയിൽ നിയമം ഞാൻ പറഞ്ഞുതരാം. പാവം ബോയിൽ. മർദ്ദം വ്യാപ്തമാണെങ്കിൽ അത് ബോയിൽ നിയമമാണ്. മർദ്ദം വ്യാപ്തമാണെങ്കിൽ അത് ബോയിൽ നിയമമാണ്. അപ്പോൾ എന്താ ബോയിൽ നിയമം? പറഞ്ഞേ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീതാനുപാതമായിരിക്കും. എന്താ? താപനില സ്ഥിരമായിരിക്കുമ്പോൾ, താപനില എന്താണ്? കോൺസ്റ്റന്റ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം എന്ന് പറയുന്നത് വ്യാപ്തത്തിന് എന്തായിരിക്കും? വിപരീതാനുപാതമായിരിക്കും. എന്ന് വെച്ചാൽ മക്കളെ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും അല്ലേ? മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. ഏത് നിയമം? ബോയിൽ നിയമം. മക്കളെ ഇവിടെ സ്ഥിരം എന്താ? നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ താപനില എന്ന് പറയും. പക്ഷെ താപനില മാത്രമല്ല മക്കളെ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് എന്ന് പറയുന്നുണ്ട്. മാസ് സ്ഥിരമാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രയുടെ എണ്ണം ഇവിടെ എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. നമ്മൾ ഒറ്റ നോട്ട് നോക്കുമ്പോൾ താപനില സ്ഥിരം, പക്ഷെ താപനില മാത്രമാണോ സ്ഥിരം? അല്ലടേ, തന്മാത്രയുടെ എണ്ണം എന്താണടേ? സ്ഥിരമാണടേ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീതാനുപാതമായിരിക്കും. എന്ന് വെച്ചാൽ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യും? കുറയും. സ്ഥിരം താപനില മാത്രമല്ല, തന്മാത്രയുടെ എണ്ണവും എന്താണ്? സ്ഥിരമാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. മർദ്ദം എന്ന് പറയുന്നത് വ്യാപ്തത്തിന് വിപരീതാനുപാതമായിരിക്കും. എന്ന് വെച്ചാൽ മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയും അല്ലേ? നമുക്കറിയാം ഈ പ്രപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കണം. ആ സംഖ്യയാണ് K. ആ സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ആ ചിഹ്നമില്ലേ, ഈ അനുപാതത്തിന് ആ ചിഹ്നം മാറി സമമാകും. അപ്പൊ എന്താ? P = K × 1/V എന്ന് വരും. ഈ V ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? PV = K എന്ന് വരും. എന്ന് വെച്ചാൽ എപ്പോഴും P × V എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ക്ലിയർ? എന്ന് വെച്ചാൽ നമുക്ക് പറയാം P1 V1 സമം എന്താ? P2 V2. പഠിച്ചോണം. എന്താ? P1 V1 സമം എന്താണ്? P2 V2. എന്താണ് പറഞ്ഞത്? എന്താ ഒന്ന് പറഞ്ഞേ? P1 V1 സമം P2 V2 ആണ് അല്ലേ? ഈ ഇക്വേഷൻ പഠിച്ചോണം. ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോബ്ലം ചെയ്യുക. P1 V1 സമം എന്താണ്? P2 V2. മർദ്ദം എന്ന് പറയുന്ന വ്യാപ്തത്തിന് വിപരീതാനുപാതമായിരിക്കും. P1 V1 സമം P2 V2. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങോട്ട് നോക്കാം. ഇനി ഞാൻ 3-4 കോളം വരയ്ക്കുക. ഒന്നാമത്തെ കോളത്തിൽ മർദ്ദം, ഞാൻ എന്ത് വരച്ചു? മർദ്ദം വരച്ചു. രണ്ടാമത്തെ കോളത്തിൽ വ്യാപ്തം വരച്ചു. മൂന്നാമത്തെ കോളത്തിൽ 1/V വരച്ചു. നാലാമത്തെ കോളത്തിൽ PV വരച്ചു. ഓക്കെ അല്ലേ? ഞാൻ മർദ്ദം ഒരു ATM. മർദ്ദം എന്താണ്? ഒരു ATM. ഒരു മിനിറ്റ്. മർദ്ദം എന്താണ്? മർദ്ദം ഒരു ATM. ഓക്കെ അല്ലേ? മർദ്ദം ഒരു ATM. അപ്പം വ്യാപ്തം 8 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. മർദ്ദം ഒരു ATM ആയപ്പോൾ വ്യാപ്തം 8 ലിറ്റർ. ഓക്കെ. അപ്പം 1/V എത്ര ആയിരിക്കും? വ്യാപ്തം 8 ആണെങ്കിൽ 1/V 1/8 ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ PV എന്തായിരിക്കും? P 1 ആണ്, V 8 ആണ്. PV എന്ന് പറയുന്നത് 8 × 1 8 ആയിരിക്കും. ഇനി ഞാൻ മർദ്ദം ഇരട്ടിയാക്കുക. മർദ്ദം 1 2 ATM ആക്കി.
മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയുമല്ലേ. മർദ്ദം 2 ഇരട്ടിയായപ്പോൾ വ്യാപ്തം കുറഞ്ഞ് 4 ലിറ്ററായി. 4 ലിറ്ററായി. അപ്പം 1/v 1/4 ആയി അല്ലേ. അപ്പോൾ പി വി പി 2 വി 4 4 × 2 8 വീണ്ടും ഞാൻ മർദ്ദം ഇരട്ടിയാക്കുക. 2 ഇരട്ടി 4 ATM. മർദ്ദം കൂടുന്നതനുസരിച്ച് വ്യാപ്തം കുറയും. അപ്പം വ്യാപ്തം എന്തായി മാറും? 2 ലിറ്ററായി മാറും. അപ്പം 1/v 1/2 ആകും. പി വി 4 പി വി 2 8 ആകും. പിന്നെ മർദ്ദം ഞാൻ ഇരട്ടിയാക്കുക. 4 ഇരട്ടി 8 ATM. മർദ്ദം കൂടുന്നതനുസരിച്ച് വ്യാപ്തം കുറയും. 2 എന്തായി മാറും? 1 ലിറ്റർ ആകും. അപ്പോൾ 1/v 1/1 എന്ന് വരും. 1/v 1/v വി 1 വരും. 1/1 1 ആകും. അപ്പോൾ പി വി പി 8 വി 1. ഇതിനെന്താ നിങ്ങൾ മനസ്സിലാകുന്നത്? എല്ലാ കേസിലും നോക്കിയേ, പി വി എന്ന് പറയുന്നത് എന്താ മക്കളെ? പി വി എന്ന് പറയുന്നത് എന്താ? ഒരു സ്ഥിരസംഖ്യ അല്ലേ. നോക്കിയേ, പി വി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരസംഖ്യയല്ലേ. എല്ലാ കേസിലും പി വി എന്ന് പറയുന്നത് എന്താ? ഒരു സ്ഥിര. അതാണ് അദ്ദേഹം പറഞ്ഞ പി വി ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റാ. ഇനി നോക്കിയേ, മർദ്ദം ഞാൻ 1 2 ആക്കി, വ്യാപ്തം 2 4 ആക്കി. ഓക്കെ, സോറി, മർദ്ദം 1 2 ആക്കി, പിന്നെ 2 4 ആക്കി, പിന്നെ 4 8 ആക്കി. മർദ്ദം ഇരട്ടിയാക്കി. മർദ്ദം ഇരട്ടിയാക്കിയോ വ്യാപ്തം എന്ത് ചെയ്തു? 8 4 4 2 2 1 ആയി. എന്ന് വെച്ചാൽ മർദ്ദം ഇരട്ടിയാക്കിയാൽ വ്യാപ്തം നേർപകുതിയാകും അല്ലേ. മർദ്ദം ഞാൻ 1 2 ആക്കി, അപ്പോൾ വ്യാപ്തം 8 4 ആയേ. മർദ്ദം ഞാൻ 2 4 ആക്കി, ഇരട്ടിയാക്കി, വ്യാപ്തം 4 2 ആയി. അപ്പം മർദ്ദം ഇരട്ടിയാക്കിയാൽ വ്യാപ്തം നേർപകുതിയാകും. ഓക്കെ, ഇനി നിങ്ങൾ പറ, ഇവിടെ മർദ്ദം ഞാൻ 1 2 ആക്കി, അപ്പോൾ 1/v 1/vക്ക് എന്ത് മാറ്റമുണ്ടായി? മർദ്ദം 1 2 ആക്കിയപ്പോൾ 1/v 1/8 1/4 ആയി. മർദ്ദം 1 2 ആക്കിയപ്പോൾ 1/v 1/8 1/4 ആയി. മർദ്ദം 2 4 ആക്കിയപ്പോൾ 1/v 1/4 1/2 ആയി. മർദ്ദം 4 8 ആക്കിയപ്പോൾ 1/v 1/2 1 ആയി. എന്ന് വെച്ചാൽ എന്താ? മർദ്ദം കൂടിയാൽ 1/v കൂടുമെന്നല്ലേ. നോക്കി, നിങ്ങൾ നോക്ക്, 1/8 ആണോ 1/4 ആണോ വലുത്? 1/4 ആ വലുത്. 1/4 ആണോ 1/2 ആണോ വലുത്? 1/2 ആ വലുത്. 1/2 അരയാണോ വലുത്? 1 ആണോ വലുത്? 1 ആ വലുത്. അപ്പം മർദ്ദം കൂടിയാൽ, പഠിച്ചോ, മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയും. എന്നാൽ മർദ്ദം കൂടിയാൽ 1/v കൂടുന്നു. സെറ്റാണോ? മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയുന്നു, മർദ്ദം കൂടിയാൽ 1/v കൂടുന്നു. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നതാണ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീതാനുപാതമായിരിക്കും. ഉദാഹരണം, കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂൺ. നമുക്കറിയാം, കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാ? വാതകം അത് ഹീലിയമാണ്. ഏതാണ് മക്കളെ? ഹീലിയമാണ്. കാലാവസ്ഥ നിരീക്ഷണ ബലൂണിൽ ഉപയോഗിക്കുന്ന വാതകം അത് ഹീലിയമാണ്. കാലാവസ്ഥ ബലൂണുകൾ സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും വലിപ്പം കൂടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും മർദ്ദം കുറയും, വ്യാപ്തം കൂടും. ഏത് നിയമം? ബോയിൽ നിയമം. 2, നിങ്ങളെല്ലാവർക്കും ഒരു അക്വേറിയം ഇല്ല? അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും മുകളിലോട്ട് നമ്മുടെ വരുന്ന വായു കുമിളയില്ലേ, കുമിള മുകളിലോട്ട് വരുമ്പോൾ ആ കുമിളകളുടെ വലിപ്പം കൂടും. കാരണം എന്താ? ആ അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ എന്താണ്? മർദ്ദം കൂടുതലും, മുകളിലോട്ട് വരുമ്പോൾ മർദ്ദം കുറയുന്നു, വ്യാപ്തം കൂടുന്നു. അതുകൊണ്ടാണ് കുമിളകളുടെ വലിപ്പം കൂടാൻ കാരണം. സെറ്റാണ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ബോയിൽ നിയമത്തിന് എക്സാമ്പിളാണ്. അതുകൂടെ നമുക്ക് അക്വേറിയം തന്നെ എടുക്കണ്ടേ. നമ്മുടെ കുളമില്ല, കുളത്തിൽ ഒരു കല്ല് വലിച്ചെറിയുമ്പോൾ കുമിള വരും. അടിയിൽ നിന്ന് മുകളിലോട്ട് വരുന്തോറും കുമിളയുടെ വലിപ്പം എന്ത് ചെയ്യും? കൂടും. കാരണം അടിയിൽ മർദ്ദം കൂടുതൽ, മുകളിലോട്ട് വരുമ്പോൾ മർദ്ദം കുറയുന്നു, വ്യാപ്തം കൂടുന്നു. ഏത് നിയമം? ബോയിൽ നിയമമാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിനെ പ്രോബ്ലവും കൂടെയുള്ള ഗ്രാഫും കൂടെ കഴിഞ്ഞാൽ ബോയിൽ നിയമം പക്കയാകും. ഓക്കെ അല്ലേ?
ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രോബ്ലം. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം ഒരു ATM ആണ്. വ്യാപ്തം ഒരു ATM മർദ്ദത്തിൽ 44 ലിറ്റർ ആണ്. മർദ്ദം 4 ATM ആക്കി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്രയാകും? നമുക്ക് നോക്കാം. അപ്പൊ ഇക്വേഷൻ എന്താ മക്കളെ പറഞ്ഞേ? ഇക്വേഷൻ എന്താ? P1 V1 = P2 V2 ആണ്. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം ഒരു ATM. ഞാൻ പറഞ്ഞു മിക്കപ്പോഴും ATMിലാണ് നമ്മുടെ മർദ്ദം നമ്മുടെ വാതക നിയമത്തിൽ കൊടുക്കുക. ഒരു ATM മർദ്ദം എന്ന് വെച്ചാൽ P1 നമുക്കറിയാം ഒരു ATM ആണ്. ഒരു ATM മർദ്ദത്തിൽ വ്യാപ്തം V1 എത്രയായി മക്കളെ? 44 ലിറ്റർ ആയി. ഒരു ATM മർദ്ദത്തിൽ 44 ലിറ്റർ ആയി. ഓക്കെ അല്ലേ? മർദ്ദം എത്രയായി വർദ്ധിപ്പിച്ചു? 4 ATM. P2 എന്തായി മാറി? 4 ATM ആയാൽ V2 എത്രയെന്നാണ് ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. P1 1, ആ സമയത്ത് വോളിയം 4 ലിറ്റർ. P2 4 ATM ആയി കഴിഞ്ഞാൽ വ്യാപ്തം എത്രയായി? സിമ്പിളായിട്ട് നമുക്ക് ഒരു ലോജിക്ക് വെച്ച് നോക്കാം. മർദ്ദം ഒരു ATM, മർദ്ദം 4 ATM ആയി. മർദ്ദം 4 ATM ആയി വർദ്ധിപ്പിച്ചു. ഒരു ATM ആയിരുന്നു, 4 ATM ആയി വർദ്ധിപ്പിച്ചു. മർദ്ദം 4 മടങ്ങ് കൂടി അല്ലേ? ഒരു ATM 4 ATM ആകുക എന്ന് പറഞ്ഞാൽ മർദ്ദം 4 മടങ്ങ് കൂടി. മർദ്ദം 4 മടങ്ങ് കൂടിയാൽ വ്യാപ്തം എന്ത് ചെയ്യും? 4 മടങ്ങ് കുറയും. എന്ന് വെച്ചാൽ 44/4 നമ്മുടെ ആൻസർ 11 ലിറ്റർ എന്ന് കിട്ടും. ഒന്നും കൂടെ പറയാം. മർദ്ദം ഒരു ATM ആണ്, അത് 4 ATM ആയി വർദ്ധിച്ചു. ഞാൻ പറഞ്ഞ മർദ്ദം ഇരട്ടിയായാൽ വ്യാപ്തം നേർപകുതിയാവും. മർദ്ദം 2 ഇരട്ടിയാൽ വ്യാപ്തം 2 മടങ്ങ് കുറയും. മർദ്ദം 3 ഇരട്ടിയായാൽ വ്യാപ്തം 3 മടങ്ങ് കുറയും. മർദ്ദം 4 മടങ്ങ് കൂടിയാൽ വ്യാപ്തം 4 മടങ്ങ് കുറയും. അപ്പം ഇവിടെ മർദ്ദം 4 മടങ്ങ് കൂടി. ഒരു ATM 4 ATM ആയി. അപ്പം വ്യാപ്തം 44 നിന്നും അതിനെ 4 മടങ്ങ് കുറയും. 11 × 4 അല്ലേ 44. അപ്പം 11 ആൻസർ. അല്ലെങ്കിൽ നോക്കാം. P1 V1 = P2 V2. P1 ആദ്യത്തെ മർദ്ദം ഒരു ATM ആണ്. വ്യാപ്തം 44 ലിറ്റർ ആണ്. P2 4 ആണ്. V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. P1 ആദ്യത്തെ മർദ്ദം, V1 ആദ്യത്തെ വ്യാപ്തം, P2 രണ്ടാമത്തെ മർദ്ദം, V2 കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് V2 കണ്ടുപിടിക്കണം. ഒന്ന് പറഞ്ഞേ മക്കളെ. 1 × 44/4 വെട്ടിക്കളയുമ്പോൾ 11 ലിറ്റർ എന്ന് വരും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം ഒരു ATM മർദ്ദത്തിൽ 1200 ലിറ്റർ. ഒരു ATM മർദ്ദത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ വാതകത്തിന്റെ വ്യാപ്തം 30 ലിറ്റർ ആക്കി മാറ്റാൻ എത്ര മർദ്ദം പ്രയോഗിക്കണം? ഓക്കെ, കാരണം ആ ഒരു ATMിൽ എത്രയാണ്? 1200. അങ്ങനെയാണെങ്കിൽ നമുക്ക് 30 ലിറ്റർ ആക്കാൻ നമ്മൾ എത്ര മർദ്ദം പ്രയോഗിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇക്വേഷൻ എന്താ മക്കളെ? P1 V1 = P2 V2 അല്ലേ? P1 ആദ്യത്തെ മർദ്ദം ഒരു ATM അല്ലേ? ആദ്യത്തെ വ്യാപ്തം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 1200 ലിറ്റർ ആണ്. ഓക്കെ അല്ലേ? P2 നമുക്ക് കണ്ടുപിടിക്കണം, അറിയൂല. V2 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 30 ലിറ്റർ അല്ലേ? P1 ദേ കിടക്കുന്നു, V1 ദേ കിടക്കുന്നു. P2 കണ്ടുപിടിക്കണം, V2 കൊടുത്തിട്ടുണ്ട്. ഇനി പറഞ്ഞേ, P1 ഒരു ATM അല്ലേ? V1 1200 ലിറ്റർ = ഓക്കെ അല്ലേ? പറ = P2 കണ്ടുപിടിക്കണം, V2 30 ആണ് അല്ലേ? അങ്ങനെ നമുക്കറിയാം. ഇത് കണ്ടുപിടിക്കണം എന്താ? P2 ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം 2 വില ഉള്ളത് മുകളിൽ എഴുതണം. P2 2 വിലയുള്ള 1 × 1200/300 അല്ല, സോറി 30/30. അപ്പം എന്ത് വരും? 0 വെട്ടണം. 4 × 3 40 ATM ആകും.
മനസ്സിലാ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ. ഒരു ATM മർദ്ദത്തിൽ ഒന്നാണ് ഒരു ATMൽ എത്ര 1200 ലിറ്റർ ആണ് അല്ലേ? അങ്ങനാണെങ്കിൽ ഇവിടെ P2 ആകാൻ എത്ര വേണമെടേ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അല്ല, 30 ലിറ്റർ ആകാൻ എത്ര മർദ്ദം വേണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, 30 ഈ പറഞ്ഞ 30 ലിറ്റർ ആകാൻ എത്ര 30 ലിറ്റർ ആകാൻ എത്ര മർദ്ദം വേണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മനസ്സിലായടേ? ഒരു ATMൽ 1200, 30 ലിറ്റർ ആകാൻ എത്ര മർദ്ദം വേണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പം ആൻസർ P1 V1 = P2 V2. P1 1 × 1200, P2 × 30 ആണ്. P2 കണ്ടുപിടിക്കണം. 1 × 1200/30. നമ്മുടെ ആൻസർ 40 ATM എന്ന് വരും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അടുത്ത ഗ്രാഫിലോട്ട് കിടക്കാം. 27 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 5 ATM മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന്റെ വ്യാപ്തം 100 ലിറ്റർ ആണ്. 27 ഡിഗ്രി സെൽഷ്യസിൽ താപനിലയിൽ വ്യാപ്തം 20 ലിറ്റർ ആക്കിയാൽ മർദ്ദം എത്രയാകും? ഇവിടെ നോക്കി, ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ ആദ്യം 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? താപനില സ്ഥിരം. താപനില സ്ഥിരമാണെങ്കിൽ ഉറപ്പിച്ചോണം അത് ബോയിൽ നിയമമാണ്. താപനില സ്ഥിരമാണെങ്കിൽ അത് ബോയിൽ നിയമമാണ്. അപ്പോൾ ഇക്വേഷൻ എന്താണ് മക്കളെ? P1 V1 = P2 V2 ആണേ. P1 V1 = P2 V2 ആണ്. കാരണം രണ്ടിടത്തും 27 ഡിഗ്രി അല്ലേ? അപ്പോൾ അതെന്താണ്? താപനില സ്ഥിരമാണ്, അത് ബോയിൽ നിയമമാണ്. P1 ആദ്യത്തെ മർദ്ദം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 5 ATM എന്ന് കൊടുത്തിട്ടുണ്ട്. വ്യാപ്തം V1 വ്യാപ്തം എത്ര മക്കളെ? ആദ്യത്തെ വ്യാപ്തം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 100 ലിറ്റർ അല്ലേ? P2 കണ്ടുപിടിക്കണം. V2 കൊടുത്തിട്ടുണ്ട് 20 ലിറ്റർ. V2 എത്ര? 20 ലിറ്റർ. V2 20 ലിറ്റർ. P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. മർദ്ദം എത്രയാകുമെന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ മർദ്ദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ P1 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 5 ATM ദേ കിടക്കുന്നതേ. V1 ദേ കിടക്കുന്ന 100 ലിറ്റർ = P2 കണ്ടുപിടിക്കണം. മർദ്ദം എത്ര ആകുവടെ എന്നാണ് ക്വസ്റ്റ്യൻ. V2 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 20 ലിറ്റർ. ഇവിടെ നിന്ന് P2 കണ്ടുപിടിക്കണം. 2 വിലയുള്ളത് മുകളിൽ. അപ്പം എന്താ? 5 × 100 ആണ് 2 വിലയുള്ളത്. 2 വിലയുള്ളത് മുകളിൽ കൊടുക്കണം, 1 വിലയുള്ളത് താഴെ കൊടുക്കണം. കണ്ടോ? 20 × 5 100 എന്ന് വരും. 5 × 5 25 ATM എന്ന് കാണും. ഏതാണ് ആൻസർ എന്ന് ചോദിച്ചാൽ ആൻസർ B ആണ്. ക്ലിയർ? B ആണ് ആൻസർ. മർദ്ദം എത്രയാകും? മർദ്ദം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അടുത്ത ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൂടെ. ഓക്കെ അല്ലേ? 250 കെൽവിൻ താപനിലയിലും 6 ATM മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന്റെ വ്യാപ്തം 72 ലിറ്റർ ആണ്. 250 കെൽവിൻ താപനിലയിൽ മർദ്ദം 24 ATM ആക്കിയാൽ വ്യാപ്തം എത്ര കുറയും? ക്വസ്റ്റ്യൻ കേട്ടോ. വ്യാപ്തം എത്ര കുറയുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ മക്കളെ, താപനില രണ്ടിടത്തും എന്താണ്? സെയിം ആണ്, 250 കെൽവിൻ ആണ്. താപനില സ്ഥിരമാണെങ്കിൽ പഠിച്ചു വെച്ചോ, അതേത് നിയമമാണ്? ബോയിൽ നിയമം. ബോയിൽ നിയമമാണ്. ഇക്വേഷൻ എന്താ മക്കളെ പറഞ്ഞേ? P1 V1 = P2 V2 ആയിരിക്കും. P1 ആദ്യത്തെ മർദ്ദം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ദേ കിടക്കുന്നത് 6 ATM എന്ന് ക്വസ്റ്റ്യനിൽ പച്ച മലയാളത്തിൽ കിടപ്പുണ്ട്. 6 ATM എന്ന് കിടപ്പുണ്ട്. 6 ATM ആണ് മർദ്ദം. ഓക്കെ അല്ലേ? V1 ആദ്യത്തെ വ്യാപ്തം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 72 ലിറ്റർ. കണ്ടോ മക്കളെ? 72 ലിറ്റർ എന്നും ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട്.
P2 രണ്ടാമത്തെ മർദ്ദം, അതും ക്വസ്റ്റ്യനിൽ പച്ച മലയാളത്തിൽ കിടപ്പുണ്ടേ. ദേ കിടക്കുന്ന പച്ച മലയാളത്തിൽ ദേ കിടക്കുന്ന 24 ലിറ്റർ. 24 ലിറ്റർ എന്ന് കിട്ടുന്നു. അങ്ങനെയാണ് ആദ്യം V2 കണ്ടുപിടിക്കണം. പറഞ്ഞ് നിങ്ങൾ തന്നെ പറ, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ചെയ്ത് നോക്കണേ. നിങ്ങൾ തന്നെ പറ, P1 എത്ര? 6 ആണ്. V1 എത്ര? V1 പറഞ്ഞോ. V1 P1 6, V1 എത്ര? 72 ലിറ്റർ അല്ലേ? സീക്വൽ ടു P2 24 ആണ്. V2 കണ്ടുപിടിക്കണം. ഇവിടെ V2 കണ്ടുപിടിക്കണം. 2 വിലയുള്ളത് മുകളിൽ. ഇവിടെ 2 വിലയുള്ള എന്തൊക്കെയാ? 6 × 72. അത് മുകളിൽ എഴുതണം. അപ്പോൾ 6 × 72 ഒരു വിലയുള്ളത് ഇവിടെ അല്ലേ? 24 × V2 ഒരു വില 24 മാത്രമേ ഉള്ളൂ. അത് താഴെ എഴുതണം. വെട്ടിക്കളയുമ്പോൾ 24 × 3 72 വരും. 24 × 3 72 വരും അല്ലേ? 6 3 18 ലിറ്റർ. ഓപ്ഷനിൽ 18 കിടപ്പുണ്ട്. കൊണ്ട് കുത്തരുതും, തെറ്റാണ്. വ്യാപ്തം എത്ര കുറയുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആദ്യം വ്യാപ്തം 72 ആയിരുന്നു. ആദ്യം വ്യാപ്തം എത്ര ആയിരുന്നു? 72 ഈ വ്യാപ്തം 72 നിന്നും എന്തായി? 18 ആദ്യ വ്യാപ്തം എന്താണ്? 72 ആയിരുന്നു. ഈ വ്യാപ്തം 72 നിന്നും എത്രയായി? 18 കുറഞ്ഞു. 72 നിന്നും 18 കുറഞ്ഞാൽ എത്ര കുറഞ്ഞു? 72 - 18 ചെയ്താൽ പോരെ? 72 - 18 നമ്മുടെ ആൻസർ ഈസ് 54. അപ്പൊ ആൻസർ ബി ആണ്. വ്യാപ്തം എത്ര കുറയും? വ്യാപ്തം എത്ര ആണടേ എന്ന് ചോദിച്ചാൽ 18. വ്യാപ്തം എത്ര കുറയും? ആദ്യത്തെ വ്യാപ്തം 72, അത് 18 എത്ര കുറഞ്ഞു? 54 ലിറ്റർ കുറഞ്ഞു. ക്ലിയർ ആയോ? ഇനി ഇതിൻ്റെ ഗ്രാഫും കൂടെ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കറിയാം ബോയിൽ നിയമത്തിൻ്റെ ഗ്രാഫ് അറിയപ്പെടുന്ന പേരാണ് ഐസോത്തേം. എന്താണ്? ഐസോത്തേം. ബോയിൽ നിയമത്തിൻ്റെ ഗ്രാഫ് അറിയപ്പെടുന്ന പേരെന്താണ്? ഐസോത്തേം. ഐസോ എന്ന വാക്കിൻ്റെ അർത്ഥം കോൺസ്റ്റന്റ് എന്ന, അല്ലെങ്കിൽ സ്ഥിരമാണ്, അല്ലെങ്കിൽ ഒരേപോലെ എന്നാണ്, സെയിം എന്നാണ്. തേം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ. ഐസോത്തേം ടെമ്പറേച്ചർ ഒരുപോലെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്നാണ്. നമുക്കറിയാം ബോയിൽ നിയമത്തിന് 3 ഗ്രാഫ് ഉണ്ട്. ഒന്നാമത്തെ ഗ്രാഫാണ് PV ഗ്രാഫ്. നമുക്കറിയാം PV ഗ്രാഫിൽ ഞാൻ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിന് പ്രധാനമായിട്ടും 2 ആക്സസ് ഉണ്ട്. ഒന്ന് എക്സും 2 വൈയും. ഇവിടെ എക്സും ഇവിടെ എന്താണ് മക്കളെ? വൈയുമാണ്. എക്സും വൈയുമാണ്. ഞാൻ എക്സിൽ മർദ്ദം കൊടുത്തു, വൈയിൽ വ്യാപ്തം കൊടുത്തു. നമുക്കറിയാം മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. അതല്ലേ ബോയിൽ നിയമം? മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. എന്നാൽ മർദ്ദം കൂടിയാൽ 1/v കൂടും. ഞാൻ പറഞ്ഞ അല്ലേ? മർദ്ദം കൂടിയാൽ വ്യാപ്തം കുറയും, മർദ്ദം കൂടിയാൽ 1/v കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോളം വരച്ചൊക്കെ. അപ്പൊ നോക്കിയ ആ ഗ്രാഫ് എന്തായിരിക്കും? PV ഗ്രാഫ് എന്ന് പറയുന്ന ഒരു കർവായിരിക്കും. മനസ്സിലായി? ഇത് നമുക്കറിയാം എക്സ് ആക്സിൽ ഇങ്ങോട്ട് കൂടുന്നു. എന്താ ഒന്ന് പറഞ്ഞേ മക്കളെ? എക്സ് ആക്സിൽ എന്താണ്? ഇങ്ങോട്ടാണ് കൂടുന്നത്. വൈ ആക്സിൽ ഇങ്ങോട്ട് കൂടുന്നു. എന്താ? എക്സ് ആക്സിൽ ഇങ്ങോട്ട് കൂടുന്നു, വൈ ആക്സിൽ ഇങ്ങോട്ട് കൂടുന്നു. നോക്കിയേ, മർദ്ദം കൂടി. മർദ്ദം കൂടിയപ്പോൾ വ്യാപ്തം മുകളിൽ നിന്ന് കുറഞ്ഞു വന്നു. മർദ്ദം കൂടിയപ്പോൾ വ്യാപ്തം കുറഞ്ഞു വന്നു. മർദ്ദം കൂടിയപ്പോൾ വ്യാപ്തം കുറഞ്ഞു വന്നു. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. മർദ്ദം ഇങ്ങോട്ട് കൂടി, വ്യാപ്തം ഇങ്ങോട്ട് കുറഞ്ഞു. മർദ്ദം ഇങ്ങോട്ട് കൂടി, വ്യാപ്തം ഇങ്ങോട്ട് കുറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ ഗ്രാഫ്. രണ്ടാമത്തെ ഗ്രാഫ് P/1/v ഗ്രാഫ്. ഞാൻ പറഞ്ഞതാണ് മർദ്ദം കൂടിയാൽ 1/v കൂടും. മർദ്ദം കൂടിയാൽ 1/v കൂടും അല്ലേ? അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കാം. ഈ ഗ്രാഫിന് പ്രധാനമായിട്ടും 2 ആക്സ് ഉണ്ട്. ഏതൊക്കെയാ? എക്സുമുണ്ട്, വൈയുമുണ്ട്. എക്സുമുണ്ട്, വൈയുമുണ്ട്. ഇവിടെ എക്സും
ഇവിടെ വൈയുമാണ്. ഞാൻ പറഞ്ഞ കൂട്ട് ഇങ്ങോട്ട് കൂടുന്നു, ഇവിടെ ഇങ്ങോട്ട് കൂടുന്നു. എക്സ് ആക്സിൽ ഇങ്ങോട്ട്, വൈ ആക്സിൽ ഇങ്ങോട്ട്. ഡേ പി ആൻഡ് 1/v ഗ്രാഫ്. ഇവിടെ ഞാൻ 1/v വരയ്ക്കാം, ഇവിടെ പി വരയ്ക്കാം. നമുക്കറിയാം മർദ്ദം കൂടിയാൽ 1/vയും എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഞാൻ പറഞ്ഞ മർദ്ദം കൂടിയാൽ 1/v കൂടുന്നു. ലാസ്റ്റ് ഗ്രാഫ് പി ആൻഡ് പി വി ഗ്രാഫ്. ഡേ പി ആൻഡ് പി വി ഗ്രാഫ്. ഓക്കെ അല്ലേ? നമുക്കറിയാം പി ആൻഡ് പി വി ഗ്രാഫ്. പി ആൻഡ് പി വി ഗ്രാഫ് എന്താണ്? പി ആൻഡ് എന്താണ്? പി ആൻഡ് പി വി ഗ്രാഫ്. പി ആൻഡ് പി വി ഗ്രാഫ്. പി ആൻഡ് എന്താണ്? പറ, പി വി ഗ്രാഫ്. ഓക്കെ അല്ലേ? പി ആൻഡ് പി വി ഗ്രാഫ്. ഡേ നമുക്കറിയാം പി ആൻഡ് പി വി ഗ്രാഫ്. ഇവിടെ ഞാൻ പി കൊടുത്തു, ഇവിടെ ഞാൻ പി കൊടുത്തു, ഇവിടെ പി വി കൊടുത്തു. നമുക്കറിയാം പി വി എപ്പോഴും ഒരു സ്ഥിരസംഖ്യ ആയതുകൊണ്ട് ഇതായിരിക്കും. എന്ന് വെച്ചാൽ എക്സ് ആക്സിന് പാരലായിട്ടായിരിക്കും ലൈൻ പോകുന്നത്. ഇത് 3 ഗ്രാഫ് നിങ്ങൾ പഠിച്ചു വെച്ചോണം. പി വി ഗ്രാഫ്, പി ആൻഡ് 1/v ഗ്രാഫ്, പി ആൻഡ് പി വി ഗ്രാഫ്. മക്കളെ ക്ലിയർ ആണോ? ഇത്രയുമാണ് ബോയിൽ നിയമത്തിനകത്ത് A to Z കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്കെ അല്ലേ, ഈ ചാപ്റ്റർ കഴിയുമ്പോൾ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ ലൈവ് വരും. കൃത്യമായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കും. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ പോൾ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതെല്ലാം അറ്റൻഡ് ചെയ്യണം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണും. നമസ്കാരം.